ഏലിയ രണ്ടാം ഞായർ ലൂക്ക 24:13-35 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരനുഭവ വിവരണമാണ് ലൂക്ക 24-ലുള്ളത്. ജെറൂസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുന്ന 2 ക്രിസ്തുശിഷ്യന്മാരോടുകൂടെ വിശേഷങ്ങൾ ആരാഞ്ഞ് ഒരപരിചിതൻ ഒന്നിച്ചു ചേരുന്നു. പിന്നെ അയാൾ വഴികാട്ടിയും വഴിയുമായി സ്വയം വെളിപ്പെടുത്തുന്നു. പിന്നോട്ടും മുന്നോട്ടും നീങ്ങുന്ന ആ വഴിത്താര അപരിചിതൻ കാണിച്ചു തരുന്നത് വേദപുസ്തകത്തിലൂടെയാണ്. അതുവഴി വേദപുസ്തകവും സജീവമാകുന്നു. വേദപുസ്തകം അങ്ങനെ വെളിപാടുകളുടെ ഉറവിടമാകുന്നു. ആ വഴിയെ നീങ്ങുന്നവർ അതിൻ്റെ ഭാഗമായി തങ്ങളെ തന്നെ കണ്ടെത്തുന്നു. അക്കൂട്ടത്തിൽ നമ്മളുമുണ്ട്. ആ വഴിയാത്രയിൽ നമ്മളും പങ്കുചേരുന്നില്ലെങ്കിൽ നമ്മെ തന്നെ കണ്ടെത്താതെ വഴിയും വഴിയുടെ ലക്ഷ്യവും കാണാതെ നമുക്ക് അലഞ്ഞു തിരിയേണ്ടി വരും. സമയത്തിൻ്റെ പാതയിലൂടെയുള്ള യാത്രയാണത്. ജനനം മുതൽ നമ്മൾ നടന്നു തുടങ്ങിയ വഴി നമ്മെ നയിക്കുന്നത് മരണത്തിൻ്റെ നാൽക്കബലിയും കടന്ന പുനരുത്ഥാനത്തിലേക്കാണ്. ഈ തീർത്ഥയാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളിലേക്ക് ആ അപരിചിതനോടൊപ്പം നമുക്കും നീങ്ങാം. ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ക്രിസ്തുശിഷ്യന്മാർ പരസ്പരമുള്ള സംഭാഷണത്തിനും കൂട്ടായ്മയ്ക്കും ഉതകത്തക്ക വിധം ദുഃഖത്തെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തുവാൻ തിരഞ്ഞെടുത്ത ഒരു യാത്രയായിരുന്നു അത്. കടന്നുപോയ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് അവയെല്ലാം അയവിറക്കിക്കൊണ്ട് വേർപാടിൻ്റെ വേദന ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് നീങ്ങി. അവർ നടന്നു നീങ്ങുന്ന വഴിയെക്കുറിച്ചോ വഴിയുടെ ലക്ഷ്യത്തെക്കുറിച്ചോ അവർ ചിന്തിച്ചതേയില്ല. അപ്പോഴാണ് ഒരപരിചിതൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അവർ ഇരുവരോടുമായി അപരിചിതൻ്റെ 2 ചോദ്യങ്ങൾ. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മ്ലാനവദനരായിരിക്കുന്നത്? അപരിചിതൻ്റെ മുമ്പിൽ അവരുടെ മനസ്സ് തുറക്കുവാൻ അധിക നേരം അവർക്ക് വേണ്ടി വന്നില്ല. ഒരു മറുചോദ്യത്തോടെ അപരിചിതനെ അവർ നേരിടുകയാണ്. നടന്നതൊന്നും അറിയാത്ത അപരിചിതൻ ആണോ നീ? അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതൊക്കെ വിവരിച്ചു തുടങ്ങുന്നു. ആ ശിഷ്യന്മാർ അവരുടെ വിശ്വാസത്തിന് ആധാരമായവ വിശദീകരിക്കുന്നു. ശക്തനായ ഒരു പ്രവാചകനായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ഗുരുവിനെ അവർ ആ അപരിചിതൻ്റെ മുമ്പിൽ ചിത്രീകരിക്കുന്നു. അന്യായമായി മരണത്തിന് അവൻ വിധിക്കപ്പെട്ടു, പിന്നെ വധിക്കപ്പെട്ടു. അവർ ക്രമേണ സംഭാഷണത്തിലൂടെ പരിചിതരാകുന്നു. അവരുടെ ഉള്ളിൽ നിറഞ്ഞു നീർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ അയാൾ വഴി കാണിച്ചു കൊടുക്കുന്നു. ആ വഴിയാത്രക്കാരൻ അങ്ങനെ പിന്നെ അവരുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന വഴിയായിത്തീരുന്നു. പിന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന അചിന്തനീയമായ സംഭവങ്ങൾക്ക് ശേഷം 3-ാം ദിവസം പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ കടന്നു വരുന്നത് അവർ വിവരിച്ചു. ശൂന്യമായ കല്ലറയാണ് അവിടെ എത്തിയ സ്ത്രീകൾ കണ്ടെത്തിയത്. അവരെ പിൻചെന്ന ശിഷ്യന്മാരും കണ്ടെത്തിയത് ശൂന്യത മാത്രമായിരുന്നു. അതിൻ്റെ രഹസ്യം അവർക്ക് അതുവരെയും വെളിവായില്ല. അതും അവർ അപരിചിതനോട് ഏറ്റുപറഞ്ഞു. ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചെങ്കിലും അവരുടെ വിശ്വാസം വഴിമുട്ടി നിന്നു. അവിടെയാണ് സഹയാത്രികനായി ഒന്നിച്ചുകൂടിയ വഴിയാത്രക്കാരൻ തുടർന്നുള്ള വഴിക്ക് നേതൃത്വം കൊടുത്തു തുടങ്ങിയത്. അവരുടെ വിശ്വാസക്കുറവിനെ ചൂണ്ടിക്കാട്ടി അവരെ പോഷന്മാരെന്ന് വിളിച്ചു. അവരുടെ ഹൃദയം മന്ദീഭവിച്ചറോ എന്ന് അയാൾ കൂട്ടിച്ചേർത്തു. അതുവഴി അയാൾ അവരുടെ ഹൃദയം അറിയുന്നവനായി സ്വയം വെളിപ്പെടുത്തി. ഹൃദയത്തിൻ്റെ വഴിയാണ് അടഞ്ഞുപോയത്. ഹൃദയത്തിലൂടെയാണ് ഉത്ഥാനത്തിലേക്കുള്ള വഴി നീളുന്നത്. പിന്നെ അയാൾ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെയും അവരെ നയിച്ച വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. മോശ തുടങ്ങി പ്രവാചകന്മാർ എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയവ അവൻ അവർക്ക് പിന്നീട് വിവരിച്ചു കൊടുത്തു. വേദപുസ്തകം തന്നെയാണ് അവർ പിന്നിട്ട വഴി, തലമുറകൾ പിന്നിട്ട വഴി. ഈ വ്യാഖ്യാനം നടത്തിയത് എഴുതപ്പെട്ട വചനം തന്നെയാണ്, മാംസം ധരിച്ച വചനം തന്നെയാണ്. അവൻ വീണ്ടും അവരുടെ മധ്യേ എല്ലാം വെളിപ്പെടുത്തുന്ന വചനമായി. എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം കൂടുതൽ സ്പാനിങ് ഉള്ളതാണ്. അതും നമ്മൾ തുടർന്ന് വായിക്കണം. വായിച്ച് നമ്മുടെ വഴിയാത്ര തുടരണം. ഒരുപാട് സംശയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ട് ഉത്ഥിതനായവൻ തന്നെ മറച്ചു വെച്ചുകൊണ്ട് അപരിചിതനായി തുടർന്നു? അവരോടൊപ്പം നടന്ന് ഉത്ഥാന രഹസ്യത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേദപുസ്തകത്തിൻ്റെ വഴി എന്തുകൊണ്ടാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഹൃദയം മന്ദീഭവിച്ചവരെന്ന് അവിടുന്ന് അവരെ വിളിച്ചത്? ഹൃദയത്തിൻ്റെ വഴിയല്ലേ അവിടുന്ന് ചൂണ്ടിക്കാട്ടിയത്? സഹനവും മരണവും ഉത്ഥാനത്തിന് മുന്നോടിയായി സംഭവിക്കേണ്ടതല്ലേ അവിടുന്ന് അവരെ എന്നല്ലേ അവിടുന്ന് പഠിപ്പിക്കുന്നത്? അവയും ഉത്ഥാനത്തിലേക്കുള്ള വഴിയുടെ തുടക്കമാണോ? അപരിചിതൻ അങ്ങനെ അവരുടെ ഗുരുവായി. അവിടുന്ന് ഗുരുവും നാഥനുമായിട്ട് ജീവനും പുനരുത്ഥാനവുമായിട്ട് അവർക്കൊപ്പം പോയപ്പോൾ മരണം മറഞ്ഞുപോയി. ജീവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് അവർ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞു. കടന്നുപോകലായിട്ടാണ് മരണത്തെ അവർ കർത്താവിൻ്റെ വാക്കുകളിലൂടെ തിരിച്ചറിഞ്ഞത്. കാരണം ജീവൻ തന്നെയാണ് അവരോടൊപ്പം വഴിയാത്ര നടത്തിയത്. പിന്നെ മുറിക്കപ്പെട്ട് പങ്കുവയ്ക്കപ്പെട്ട അപ്പത്തിലൂടെയാണ് അടഞ്ഞുകിടന്ന ക്രിസ്തുവിൻ്റെ കല്ലറ തുറക്കപ്പെടുന്നത്. ജീവൻ്റെ പ്രത്യക്ഷപ്പെടലിനെ അവർ തിരിച്ചറിഞ്ഞത് അപ്പം മുറിക്കുന്നതിലൂടെയായിരുന്നു.
അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലൂടെ ജീവിതം പങ്കുവയ്ക്കാനുള്ളതാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞു. അപ്പം മുറിക്കപ്പെടുന്നതിലൂടെയാണ് ഉച്ചിതൻ പ്രത്യക്ഷപ്പെടുന്നത്. മരണം മറഞ്ഞിരിക്കുന്നതും അപ്പത്തിലാണ്. മുറിക്കപ്പെടുന്ന അപ്പം തുറക്കപ്പെടുന്ന കല്ലറ പോലെയാണ്. അപ്പം അതേപടി ഇരിക്കുന്നതിനുള്ളതല്ല. അതിൽ തന്നെ അത് ആരാധനാ വിഷയവുമല്ല. അത് പങ്കുവയ്ക്കുവാനും പങ്കുവയ്ക്കപ്പെടുവാനുമുള്ളതാണ്. പങ്കിടാൻ ഉള്ളതാണ് ഉത്ഥാന രഹസ്യം. അത് പ്രഘോഷിക്കപ്പെടുവാനുള്ളതാണ്. ഉത്ഥാനത്തിൻ്റെ പ്രഘോഷണവും അപ്പം മുറിക്കലും ഒന്നിച്ചു പോകുന്നു. ഉത്ഥാനത്തിൻ്റെ രഹസ്യം ഒരു ദൃശ്യ സാന്നിധ്യമല്ല. ഉചിതൻ മറഞ്ഞു പോകും അടയാളങ്ങൾ ബാക്കിയാക്കിയിട്ട്. അടയാളങ്ങളിലൂടെയാണ് നമ്മൾ തുടർന്നും അവിടുത്തെ കണ്ടുമുട്ടേണ്ടത്. വചനം മുറിക്കപ്പെടുന്ന അപ്പം പോലെയാണ്. വചനം പങ്കിടുമ്പോൾ വാക്കുകളും പങ്കുവയ്ക്കപ്പെടുന്നു. ആശയങ്ങളുടെ സംവാദങ്ങൾക്കും അവിടെ സ്ഥാനമുണ്ട്. പങ്കെടുക്കുന്നതിലൂടെയാണ് കൂട്ടായ്മയുണ്ടാകുന്നത്. അതുവഴിയാണ് അത് ക്രിസ്തു ശരീരമാകുന്നത്. ശരീരം മുറിക്കപ്പെടുമ്പോൾ അതിൽ രക്തസാക്ഷിത്വവുമുണ്ട്. ഇങ്ങനെ അനേകം രഹസ്യങ്ങളുടെ സമ്മേളിക്കലും വ്യാഖ്യാനവും വെളിപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഒരു വഴിയാത്രയിലൂടെയാണ് എല്ലാം വെളിപ്പെടുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അത് അപ്പം മുറിക്കലാകുന്നു. അതുവഴി രഹസ്യങ്ങളുടെ വിരി മാറുന്നു. വഴിയാത്രയാണ് നമ്മുടെ ജീവിതമെന്ന ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ആ ശിഷ്യന്മാർ നമ്മൾ തന്നെയാണ്. ഈ യാത്രയുടെ അനുഭവങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഈ ഉൾക്കാഴ്ച നമ്മെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഗമാക്കുന്നു. മന്ദീഭവിച്ച് നമ്മുടെ ഹൃദയങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സഹയാത്രികനായ കർത്താവിനോട് അപേക്ഷിക്കാം. നമ്മിലെ ഭോഷത്വത്തെ അകറ്റണമെന്നും അവിടുത്തോട് അപേക്ഷിക്കാം. എവിടെയെല്ലാം അപ്പം മുറിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ചില പ്രായോഗിക ചിന്തകളും കണ്ടെത്തലുകളും. 1. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ പരസ്പരം ഹൃദയം തുറക്കാനും സ്വയം കണ്ടെത്താനും പരിശ്രമിക്കുന്ന വിവാഹിതരെയോ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നവരെയോ ഞാൻ കാണുകയാണ്. അവരുടെ ജീവിതത്തിലെ അവ്യക്തതകളെ പരിഹരിച്ച് കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ കർത്താവീശോ അവരുടെ വഴിയിൽ സഹയാത്രികനാകുന്നു. 2. സുഹൃത്ത് ബന്ധങ്ങളും ഒരു തീർത്ഥയാത്രയാണ്. വന്ന വഴിയും ഇനിയും പിന്നിടാനുള്ള വഴിയും അവ്യക്തതയുടെ മൂടൽമഞ്ഞിൽ ആണ്. അവർക്കിടയിൽ ഇനിയും വിളക്കിച്ചേർക്കപ്പെടാത്ത അനേകം അകൽച്ചയുണ്ട്. അതിനടിയിൽ ഒരവിചാരിത നിമിഷത്തിൽ ദൈവം തന്നെ കടന്നു വരുന്നു. ആദ്യം അപരിചിതനായി, പിന്നെ ജ്യേഷ്ഠ സഹോദരനായി, ഒടുവിൽ അവർക്ക് ഉത്തമ സുഹൃത്തായി, അതുപോലെ സൗഹൃദത്തിൻ്റെ മാതൃകയായി. അപ്പം മുറിച്ച് പങ്കിടുന്നതുവരെ എത്തുന്ന സൗഹൃദത്തിൻ്റെ പാതയിലൂടെയുള്ള യാത്രയിൽ ഹൃദയം ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള പങ്കിടലായിത്തീരുന്നു. 3. എൻ്റെ തന്നെ ജീവിത പ്രതീക്ഷയുടെ ഉറപ്പ് അന്വേഷിക്കുന്ന എന്നിൽ ജീവിതത്തിൻ്റെ എമ്മാവൂസിലേക്കുള്ള യാത്ര ഞാൻ ഇവിടെ കാണുകയാണ്. പരസ്പരം വാദിച്ചും തർക്കിച്ചും ഒന്നിച്ചു പോകുന്ന 2 വ്യക്തിത്വങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയും ആന്തരിക സംഭാഷണവുമാണ് എൻ്റെ ജീവിതം. ഏകാന്തതയിൽ ഞാൻ അലയുമ്പോൾ ആദ്യം അപരിചിതനായി, പിന്നെ ഉത്തമ സ്നേഹിതനായി ഒപ്പം കൂടുന്ന, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെ വഴിയുടെ തുടർച്ചയും ലക്ഷ്യവുമായി കണ്ടെത്തുന്നതിൻ്റെ ഉപമ ആവിഷ്കാരമാണ് എമ്മാവൂസ് ശിഷ്യന്മാർ. 4. എല്ലാവരുടെയും ജീവിത വഴി എൻ്റേതുപോലെയോ നിങ്ങളുടേതുപോലെയാണ്. അവർക്കും ഒരു മൂന്നാമനെ അവരുടെ വഴിമധ്യേ വഴികാട്ടിയായി ആവശ്യമുണ്ട്. അവരോടൊപ്പം ഒരപരിചിതനെ പോലെ ആദ്യം ഒന്നിച്ചുകൂടി അവർക്ക് സൗഹൃദത്തിൻ്റെ വഴിയും സൗന്ദര്യവും വെളിപ്പെടുത്തുവാനുള്ള വിളിയും വരവും എനിക്കുണ്ട്. മറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് പിന്നാലെ അവർക്ക് സ്വയം വെളിപ്പെടുത്തിക്കൊള്ളും. നമ്മുടെ ഈ ദൗത്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഇനിയും തനിമയുള്ള അനേകം ഉൾക്കാഴ്ചകളിലേക്ക് ശ്രോതാക്കളായ നിങ്ങളും എത്തിച്ചേരട്ടെ. എമ്മാവൂസിലേക്ക് ഉള്ള യാത്രയിൽ നിങ്ങളും പങ്കുചേരുകയാണെങ്കിൽ അത് സാധിക്കും. ഏവർക്കും ഞായറാഴ്ചയുടെ കൂട്ടായ്മയും സൗഹൃദത്തിൻ്റെ പങ്കിടലും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.